ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബറാത്ത് നോമ്പിൻ്റെ അന്നത്തെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ പത്തിരിയാണ് എനിക്ക് റെഡി ആയിട്ട് കിട്ടിയത്. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ പത്തിരി തയ്യാറാക്കിയാലും റെഡി ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ചെയ്തപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതാ നേരം 3:15 ഈ സമയത്താണ് ഞാനെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ ഈ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. പിന്നെ ഇപ്പോൾ അതാ ഈ ഒരു മാറ്റിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലാകുന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരില്ല. പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊന്നും ഇല്ലാത്തവർക്കും കൂടെ ഒക്കെ ഒരു നല്ല ഉപകാരമായിട്ട് വരുന്ന ഒരു ഇതാണ് ഈ ഒരു മാറ്റ്. നല്ല സിലിക്കൺ മാറ്റാണ്, അതിൽ ഒട്ടി പിടിക്കൊന്നുമില്ല. നല്ല ഇതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ആ സമയത്ത് ബീറ്റർ ഉപയോഗിച്ചിട്ട് മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷേ എങ്കിലും എനിക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാനത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്രാവശ്യം കുറച്ചധികം തന്നെ വെള്ളവും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചൊക്കെ എടുത്തപ്പോൾ എനിക്ക് പത്തിരി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളവും അതിൻ്റെ ആ ഒരു കുഴയൊക്കെ നല്ലൊരു പാകത്തിനായാൽ തന്നെ നന്നായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ ഇതുപോലെ അറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നൈസ് പത്തിരിയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ മെഷീനിൽ വെച്ച് അമർത്തിയാലൊന്നും എനിക്ക് അത്ര റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിതാ ഇങ്ങനെ മെഷീനിലൊന്ന് പരത്തിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് അങ്ങനെ എല്ലാതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചുട്ടെടുക്കാനായിട്ട് പോവാണ്. ഈ ഒരു വെള്ളപാത്രത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ചട്ടി ചൂടാക്കിയതിന് ശേഷം ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്നും പൊള്ളക്കാതെ ജസ്റ്റ് ഒന്ന് വെന്ത് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഞാൻ പത്തിരിയൊക്കെ ചുട്ടെടുക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ഞാൻ പത്തിരിയൊക്കെ ചുട്ടിട്ടുണ്ട്. ഒരു പത്തിരിയും കരിയൊന്നും ചെയ്യാതെ നല്ല സൂപ്പറായിട്ട് തന്നെ വെള്ള പത്തിരി തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്ന് ഇതിലേക്ക് ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ ആ ഒരു മുട്ടക്കറിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിങ്ങനെ ഒരു കുപ്പിയിൽ തയ്യാറാക്കി എടുത്ത് വെക്കാറാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക്
കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ കറി തയ്യാറാക്കാനായിട്ട്. ഇനിയിപ്പോൾ എന്താ മരുമാവ് കൊടുത്തതിന് ശേഷം ഞങ്ങളൊക്കെ നോമ്പ് തുറക്കാണ്. നോമ്പ് തുറക്കുക ഞാൻ ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തലേന്നത്തെ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.